നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ എന്താ രുചി അടിപൊളി. സുമതേച്ചി, ശ്രീകുട്ട ഇതെപ്പോ വന്നു? വലിയ സർപ്രൈസ് ആയി പോയി കേട്ടോ. എവിടെ പോയതാ രണ്ടാളും? കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. വീട്ടിലെന്തൊക്കെയുണ്ട് വിശേഷം ചേച്ചി? ഗിരീട്ടൻ എന്ത് പറയുന്നു? ഹാപ്പി? അടയോ അമ്പോ, പുറത്തോട്ട് വന്നല്ലേ, കഴിയിട്ടോടാ. കൊതി കാരണം ഞാനതങ്ങ് മറന്നു. ചെല്ല്. വേണോ? എടുത്തു വെക്കട്ടെ. ഓ വേണോ? വേണ്ട. അയ്യോ, ഒരെണ്ണെടുത്താ മതി. നല്ല ചൂടാണേ. സൂപ്പർ ആയിട്ടുണ്ട്. ഇതാ കൈപുണ്യം എന്ന് പറയുന്നേ. എത്ര നാളെ ഞാനിത് മിസ് ചെയ്യുന്നേന്നറിയോ? അമ്മ ഉണ്ടാക്കിയ പോലും ഇത്ര ഭാഗത്തിന് കിട്ടാറില്ല. ഇവളുടെ പാചകം പിന്നെ പറയണ്ടല്ലോ. ആ സനുവിന് ഒരെണ്ണം എടുക്കട്ടെ. വേണ്ട ചേച്ചി, ഒന്നാമത് എനിക്ക് ശർക്കര ഇഷ്ടമല്ല. പിന്നെ ഞങ്ങളിപ്പോ പുറത്തു പോയി സ്നാക്സ് കഴിച്ചിട്ട് വന്നേ ഉള്ളൂ. ഹലോ. ഓ നിങ്ങൾ കഴിക്കാൻ ഞാനിപ്പോ വരാം. ഹലോ, ആ സ്നേഹ. സുമി എവിടെ, തിരക്കിലാണോ? ഏയ്, ഞാൻ ഒന്ന് വീട് വരെ വന്നതാ. ആ നന്നായി. അപ്പൊ ഇന്നത്തെ ദിവസം ഒരു വിരുന്നിനും കൂടെ തയ്യാറായിക്കോ. വിരുന്നോ? എന്ത് വിരുന്ന്? വേറെ എവിടെയല്ല, ഇവിടെ തന്നെയാ, ഞങ്ങളുടെ വീട്ടില്. കുറച്ചുനാളായില്ലേ നമ്മള് നാലാളും കൂടെ ഒന്ന് ഒത്തുകൂടിയിട്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി നീയും ഗിരിയും കൂടി ഡിന്നർ കഴിക്കാൻ ഇങ്ങോട്ട് പോരുന്നു. അതാണ് പ്ലാൻ. വേണ്ട സ്നേഹ, ഇന്ന് വേണ്ട, ഞാൻ ഇല്ല. ഗിരി വരുവാണെങ്കിൽ വന്നോട്ടെ. നിന്റെ മാനസികാവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതറിയുന്നതുകൊണ്ടുകൂടിയാണ് ഞാൻ ഇങ്ങനൊരു പ്ലാൻ ഇട്ടത്. വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാവും. ചില തെറ്റുകുറ്റങ്ങളൊക്കെ രണ്ടുപേരുടെ ഭാഗത്തൊന്നും പറ്റിപ്പോയിന്നും വരും. തെറ്റ് തിരിച്ചറിയാനും തിരുത്താനുള്ള അവസരം അങ്ങോട്ടും ഇങ്ങോട്ടും നിഷേധിക്കുന്നത് ശരിയല്ലല്ലോ സുമി. ഏത് പ്രശ്നവും ഒരുപാട് നാള് വലിച്ചു നീട്ടിക്കൊണ്ടുപോയാ അത് പിന്നീട് ഒരിക്കലും മാറാത്തൊരു കരടായിട്ട് ഉറച്ചു പോവും. നിനക്കും ഗിരിക്കും ഇടയില് അങ്ങനെ ഒന്നും സംഭവിക്കാൻ പാടില്ല. ഒരുമിച്ച് കുറച്ച് നല്ല സമയം ചെലവഴിക്കുക, തുറന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോ നിങ്ങൾക്കിടയിൽ മഞ്ഞ അലിഞ്ഞു തീരാവുന്നതേ ഉള്ളൂ. അത് നമുക്ക് മാത്രം തോന്നേണ്ട ഒരു കാര്യമില്ലല്ലോ സ്നേഹ. ആ എന്നാ അത് തന്നെയാണ് ഈ പാർട്ടിയുടെ ഹൈലൈറ്റ്. ഇങ്ങനെ കൂടാനും നിന്നോട് വീണ്ടും കൂട്ടുകൂടാനും ഒക്കെ മുൻകൈ എടുത്തത് ആരാന്നറിയോ? ഗിരി തന്നെയാ. അതുകൊണ്ട് നീ ഇന്ന് വന്നേ പറ്റുള്ളൂ. സ്നേഹ, അത് ദേ നോക്ക്, വെറുതെ വാശി പിടിക്കണ്ട കേട്ടോ. ഗിരിയെ ഓർത്തല്ലെങ്കിലും എന്നെ ഓർത്ത് നീ ഇന്ന് രാത്രി ഇവിടെ ഡിന്നറിന് വന്നേ പറ്റുള്ളൂ. സ്നേഹം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇന്നലെ രാത്രി ശാലിനി പ്രീതിയുടെ റൂമിനടുത്ത് കറങ്ങുന്നത് ഞാൻ കണ്ടതാ. ഞാൻ കണ്ടതും കേട്ടതും കള്ളമാണെന്ന് അങ്കിൾ എങ്ങനെയാ പറയുന്നേ? മോഷണം കൈയോടെ പിടികൂടിയിട്ടും എനിക്കാണോ പഴി? ഇത് നല്ല കഥയായി. ഞാൻ പറഞ്ഞത് അവിടെ വർക്കൗട്ടായി എന്ന് തോന്നുന്നു. നിരന്തരമായി ആ കുഞ്ഞിന്റെ സാമീപ്യം ഉണ്ടാകുമ്പോ അവളെ എടുക്കാനും ലാളിക്കാനും ഒക്കെ മനസ്സ് വെമ്പും. ആ വെമ്പല് മാത്രം മതി പ്രീതിയെ എഴുന്നേൽപ്പിക്കാൻ. നിങ്ങളുടെ അതിബുദ്ധിയാ ശാരദാമ്മേ. ഇപ്പൊ നിങ്ങൾക്ക് പോലീസ് ജീപ്പിൽ ഒരു VIP സീറ്റ് വാങ്ങി തന്നത്. നിങ്ങളുടെ മകളെ ആ കുട്ടിപ്പിശാശിനെയും കൂടി ഒഴിവാക്കാൻ പറ്റുമെന്ന് ഞാൻ
ഞാനൊന്ന് നോക്കട്ടെ. ശരിക്കും മോഷണം നടത്തിയത് ശാലിനിയാണെന്നാണ് നീ പറയുന്നത്? ഞാൻ ഇനി ഇതിൽ കൂടുതൽ എന്ത് പറയാനാ ഭാമേന്റി? എടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, അത്രേ ഉള്ളൂ. ഭാമേ, ദേ, നീ അവളെ വിശ്വസിക്കല്ലേ? എന്നിട്ട് നീ എന്താ ഈ വിവരം പോലീസിനോട് പറയാതിരുന്നത്? ആന്റിയുടെ ബുദ്ധിക്ക് ഇതെന്താ പറ്റിയത്? സത്യഭാമയുടെ മരുമോളെ നാത്തൂന്റെ സ്വർണം മോഷ്ടിച്ചതിന് ഈ വീട്ടിന് അറസ്റ്റ് ചെയ്തോണ്ട് പോണോ? ശാരദാമ്മയാവുമ്പോ ശാലിനിക്ക് അതൊരു മുന്നറിയിപ്പും താക്കീതും ആവും. ആന്റി, ഞാൻ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ആലോചിച്ച് പ്രവർത്തിച്ചു എന്നേ ഉള്ളൂ. ഞാൻ ചെയ്തത് തെറ്റാണോ ആന്റി? ഒരിക്കലും അല്ല മോളെ, നീ ചെയ്തത് തന്നെ ശരി. കുറ്റവാളിക്ക് ശിക്ഷ വിധിക്കുന്നത് ഇവിടുത്തെ നീതിന്യായ കോടതിയല്ല, സത്യഭാമയുടെ കോടതിയാ. സത്യഭാമയുടെ ഈ കോടതിയില്ല. ഭാമേ, നീ ശാരദാമ്മയ്ക്കെതിരെ പരാതിയില്ലെന്ന് നമ്മ പോലീസിനെ വിളിച്ച് പറയണം. അതിന് പരാതി ഇല്ലെങ്കിലല്ലേ? സത്യഭാമയ്ക്ക് പരാതി ഉണ്ടടാ. അമ്മ എങ്കിലും എനിക്കും അറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. സത്യഭാമയുടെ മകൻ തന്നെ ഞാനും. ഞാൻ വിളിച്ചു പറഞ്ഞാലും കേൾക്കുന്ന പോലീസുകാരുണ്ട്, ഇങ്ങ് ലോക്കൽ സ്റ്റേഷൻ മുതൽ അങ്ങ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് വരെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. രോഹിത്തിനുണ്ടായ അപകടത്തിന്റെ ആഘാതത്തിലായിരുന്നു സുസ്മിത. ശാലിനി ആ നിമിഷം മുതൽ പ്രീതിക്കുണ്ടായ ആപത്തിന്റെ കാര്യം എന്നിൽ നിന്നും മറച്ചു വെച്ചു. അത് സത്യമാണോ അല്ലയോ? അമ്മ, അതമ്മയ്ക്ക് ഹാർട്ട്. നിർത്തടാ. അമ്മയുടെ ഹാർട്ട് എപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ആ ചോദ്യത്തിന് അതെ അല്ലെങ്കിൽ അല്ല, അതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. ശാലിനി ആ വിവരം എന്നിൽ നിന്നും മറച്ചു വെച്ചത് സത്യമാണോ അല്ലയോ? സത്യമാണ്. എന്റെ മകള്, നൊന്ത് പ്രസവിച്ച മകള് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നറിയാതെ ആശുപത്രി കിടക്കുമ്പോ നെഞ്ചു പിരിച്ചു നടന്ന ഈ സത്യഭാമയൊരു വിട്ടി. സത്യഭാമയെ വിട്ടിയാക്കി. ഇതിനു മുൻപ് ഒരാൾ മാത്രമേ സത്യഭാമയുടെ കൈ തടുത്തിട്ടുള്ളൂ. അതെ, ഇവള്. അത് ഞാൻ എന്റെ മകൾക്ക് വേണ്ടിയിട്ടാണല്ലോ എന്ന് ഓർത്ത് ക്ഷമിച്ചു. അന്ന് ഇവളെനിക്ക് ആരുമല്ലായിരുന്നു. പിന്നെ ഉപായത്തിലൂടെ ഇവളെന്റെ വീട്ടിൽ കയറി പറ്റി, ഇവന്റെ ഭാര്യയായിട്ട്. പിന്നീട് നടന്നതൊന്നും ഓർമ്മിക്കാൻ തന്നെ എനിക്കിഷ്ടമല്ല.
എന്റെ മകളുടെ ഗർഭം മറച്ചു വെച്ചത് മുതൽ അവള് പെരുവയിലൊരു പാലത്തിനടിയിൽ പ്രസവിക്കേണ്ടി വന്നതുവരെ. അത് എടാ, സത്യഭാമയുടെ കൈ മാത്രല്ല വാക്കും നടക്കാറായോ നീ? ഇനി എന്റെ അവസാനത്തെ ചോദ്യവാ. ഇവളുടെ അമ്മ ഇവിടെ നിന്ന് സ്വർണം മോഷ്ടിച്ചു. അമ്മ സംസാരിക്കട്ടടാ. അത് ചോദ്യം ചെയ്ത് ഇവളെ അടിച്ചു. ഒന്നല്ല 2 വട്ടം. അത് എന്റെ മുന്നിൽ വെച്ച്. അത് ചോദിക്കാൻ ചെന്നപ്പോഴാ നീ എന്റെ കൈ തടുത്തത്. ആരാടാ കാരണക്കാരി? അമ്മേ, ഞാൻ പറഞ്ഞോട്ടെ. ചോദിച്ചതിന് ഉത്തരം മാത്രം മതി വിഷ്ണു. പറ, ആരാ കാരണക്കാരി? ശാലിനി, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സച്ചേട്ടൻ എപ്പോ എത്തി? ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. ഓ, വീടിനകത്ത് ഭാര്യയെ കാണാത്തോണ്ട് അന്വേഷിച്ചിറങ്ങിയതല്ലേ? ഇന്ന് സച്ചേട്ടൻ ഒരുപാട് നേരത്തെ എത്തിയല്ലോ. വേണമെങ്കിൽ നേരത്തെ വരാനൊക്കെ അറിയാം, അല്ലേ സച്ചേട്ടാ? ജോലികൾ നേരത്തെ തീർന്നു, അതുകൊണ്ട് നേരത്തെ വന്നു. ജോലികളൊക്കെ നേരത്തെ തീർന്നതല്ല, നേരത്തെ തീർത്തു എന്ന് പറഞ്ഞാ മതി. സച്ചേട്ടാ, ഇന്ന് പുറത്തു പോകാൻ വല്ല പ്ലാൻ ഉണ്ടോ? അതൊക്കെ നമുക്ക് പിന്നൊരിക്കലാവാം. നാളെ നീള ആയിക്കോട്ടെ. സച്ചേട്ടന് എന്നോട് എന്തോ പറയാനുണ്ടല്ലോ. അതിന് ആലോചനയും ടെൻഷനും ഒക്കെ എന്തിനാ? എന്താണെങ്കിലും എന്നോട് തുറന്നു പറയാലോ. ഇതിലും വലിയ കാര്യം സച്ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടില്ലേ? ഇന്നലെ രാത്രി താൻ ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞപ്പോ ഞാൻ സച്ചേട്ടൻ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചു. മുള്ളും മുനയും വെച്ച് എന്നോട് സംസാരിച്ചു. എനിക്കെന്താ പറയാനുള്ളതെന്ന് കേൾക്കാൻ പോലും സച്ചേട്ടൻ നിന്നില്ല. വല്ലാത്ത സങ്കടം തോന്നി. ആരും കാണുന്നില്ലല്ലോ. വാ നോക്കാം. സോറി, ഞാനിപ്പോ എന്തൊക്കെയോ പറഞ്ഞു പോയതാ. താനെന്താ പറയാൻ വരുന്നെന്ന് കേൾക്കാനുള്ള മനസ്സ് പോലും. ആവണിക്കുട്ടി, ഹാപ്പി ബർത്ത്ഡേ ആന്റി. താങ്ക് യു. ശ്ശേ, ഒരു കാര്യം പറഞ്ഞു പൂർത്തിയാക്കാൻ കഴിയുന്നില്ലല്ലോ. അർച്ചു ആന്റിക്ക് ഞങ്ങളിന്നിപ്പം വേണ്ടല്ലോ. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. ആന്റി എന്നും നിങ്ങളെയൊക്കെ ഓർക്കാറുണ്ട്. സച്ചേട്ടനൊന്നും ഓഫീസിൽ പോയില്ലായിരുന്നോ? നേരത്തെ എത്തിയതാ. ഭാര്യയുടെ ബർത്ത്ഡേ ആഘോഷിക്കാനായിരിക്കും അല്ലേ? ചേച്ചിയുടെ ഭാഗ്യം. ഭർത്താക്കന്മാരായ ദേ ഇങ്ങനെ വേണം. ഹാപ്പി ബർത്ത്ഡേ അങ്കിൾ. സെയിം ടു യു. ബർത്ത്ഡേ ആരുടെയാ? അങ്കിളുടെയോ ആന്റിയുടെയോ അത് എന്റെയോ? അർച്ചന ആന്റിയുടെ. പിന്നെ എന്തിനാ സെയിം ടു യു? ആവണി, അങ്കിൾ എന്താ നിന്റെ കളിപ്പിള്ളയോ? സോറി പറ അങ്കിളിനോട്. ഹേയ്, ലീവ് ഇറ്റ്. മണ്ടത്തരം പറ്റിയത് എനിക്കല്ലേ. സോറി അങ്കിൾ. ഇറ്റ്സ് ഓക്കെ, ഞാൻ പോരാ. എന്റെ അച്ഛച്ചേച്ചിക്ക് ഈ അനിയത്തിക്കുട്ടിയുടെ പിറന്നാൾ സമ്മാനം. ഇതെന്റെയും കൂടി അച്ചു ആന്റി. ഇതൊന്നും വേണ്ടായിരുന്നു മോള്. നിങ്ങൾ വന്നത് തന്നെ ഒത്തിരി സന്തോഷായി. അറിവായ കാലം മുതല് ഈ ചടങ്ങ് ഞാൻ തെറ്റിച്ചിട്ടില്ലല്ലോ. അതെന്റെ അവകാശമല്ലേ? അച്ചു ആന്റി ഇതൊന്ന് തുറന്നു നോക്ക്, എന്താ സമ്മാനം. അതെന്താണെങ്കിലും ആന്റിക്ക് സന്തോഷം. വാ തുറക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്.
കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഗൗതം എന്ന പേര് നീ പറഞ്ഞത് വെച്ച് ഞാൻ അയാളുടെ വിവരങ്ങൾ നോക്കി. മാണിക്യമംഗലം കുടുംബവുമായി അയാൾക്ക് ഒരു ബന്ധവുമില്ല. അയാൾ കമ്പനിയിൽ തന്ന ബയോഡേറ്റയില് ബാംഗ്ലൂരിലാണ് അയാൾ ജനിച്ചതും പഠിച്ചതും. അയാളെ കുടുംബത്തിലെ അംഗമാണെങ്കിൽ സഞ്ജുവിനോട് പ്രതികാരം ചെയ്യാൻ ഒരുപാട് അവസരം കിട്ടിയതല്ലേ? പ്രത്യേകിച്ചും സഞ്ജുവിന്റെ ഓഫീസിൽ തന്നെ അയാളുള്ള നിലയ്ക്ക്. അതെ, പേരിലെ സാദൃശ്യം വെച്ച് സംശയിക്കാനൊന്നുമില്ല. അയാൾ ഒരു അലസനായിട്ടാ എനിക്ക് തോന്നിയത്. അനാവശ്യ കാര്യങ്ങളിൽ കയറി ഇടപെടും. മാധവേട്ടനെ തല്ലിയതും അങ്ങനെ. അയാൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ഒരു പ്രശ്നത്തിനും പോവില്ല. പാമ്പിനെ പോലെ പതുങ്ങിയിരിക്കും. അയാൾ അവസരം കാത്തിരിക്കാം. ഞാൻ എങ്ങനെ അത് പറയും? കവിത ചേച്ചിയുടെ ഭർത്താവ് അയാള്, ഈ കുടുംബത്തിലെ രണ്ടാമത്തെ മരുമകൻ. സത്യം പുറത്തു പോയാ അത് ഞാൻ വഴിയാണെന്ന് കവിത ചേച്ചിക്ക് അറിയാം. ഇനി ആ പറഞ്ഞ ഗൗതം വന്നാലും എനിക്കൊരു ഭയവുമില്ല. എനിക്ക് ചുറ്റും ഒരു കവചമുണ്ട്. വെറുതെ ധൈര്യം നടിക്കണ്ട, സൂക്ഷിക്കണം സഞ്ജു. എടോ, കൊല്ലാൻ ഒരാള് വന്ന ആർക്കും ഒന്നും ചെയ്യാനാവില്ല. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, എന്റെ ജീവൻ എടുക്കാൻ ആർക്കും അത്ര എളുപ്പമല്ലെന്ന്. പെരുവണ്ണാപുരത്ത് അമ്മയെ സാക്ഷി നിർത്തിയാണ് നിങ്ങൾ ഇതെന്റെ കഴുത്തി കെട്ടിയത്. ഈ താലി ഞാൻ അണിഞ്ഞിരിക്കുന്നത് എനിക്ക് വേണ്ടിയോ അല്ല, നിങ്ങൾക്ക് വേണ്ടിയാ. നിങ്ങളുടെ ജീവരക്ഷയ്ക്കായിട്ട്. എന്നെ രക്ഷിക്കാൻ ഒരു ശക്തിയുണ്ട്, അതാ എന്റെ ബലം. ദൈവമായിട്ട് കരുതണ്ട. ആ വിശ്വാസം എപ്പോഴും ഉണ്ടാവട്ടെ. ഉണ്ടാവും സ്വാതി. നമ്മൾ ഫലം പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന പല പ്രവൃത്തികൾക്കും ഫലം ഉണ്ടാവും. പലരുടെയും പ്രാർത്ഥനയും നമുക്കുണ്ടാവും. ഞാൻ കാണുന്നത് അതൊക്കെ തന്നെയാ. എന്നാലേ പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങ. നാളെ കാണാം. ഇത് വല്ലാത്തൊരു പരീക്ഷണമാണ്. രാജകുമാരൻ ഈ പരീക്ഷണം അന്തസ്സായിട്ട് അതിജീവിച്ചേ പറ്റൂ. സമയായിട്ടില്ല. ആവശ്യമില്ലാത്ത ചിന്തകൾ കളഞ്ഞ് പോയി കിടന്നുറങ്ങ. അനുസരിച്ചല്ലേ പറ്റൂ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അവരൊന്നിച്ച് ജീവിച്ച് കണ്ടാ മതി. അവരുടെ സ്നേഹത്തിന് മുന്നിൽ ഈ താലിക്ക് എന്ത് വിലയാ ഉള്ളത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കമ്പനിയുടെ 50-ാം വാർഷികത്തിന് പോലും എനിക്ക് യാതൊരു റോളും ഇല്ല. മറ്റ് സ്റ്റാഫുകളുടെ കൂട്ടത്തിൽ ഒരു ക്ഷണക്കത്ത് മാത്രം കിട്ടിയിട്ടുണ്ട്. എന്നാലും ഒരു ചടങ്ങ് നടക്കുമ്പോ അതൃപ്തി കാണിക്കാതിരിക്കും ദിനേശ്. അതൊരു ഫംഗ്ഷൻ അല്ലേ? അതിൽ പങ്കെടുക്കുന്നതിനേക്കാൾ എന്ത് റോളാ നമുക്കുള്ളത്? അങ്കിളിനെ പ്രസംഗിക്കണമെങ്കിൽ അതാവാം. എനിക്കൊരുപാട് കോള് വരുന്നുണ്ട്. ഞാൻ എന്റെ ഫോണ് ഫ്ലൈറ്റ് മോഡിലാക്കി വെച്ചിരിക്ക. അല്ലെങ്കിൽ നമ്മള് ഷെയർ വിൽക്കുന്ന കാര്യം അറിയാത്തതായിട്ട് ആരുമില്ല. നല്ല ഓഫർ വല്ലതും വന്നിട്ടുണ്ടോ? ഇന്നലെ രാത്രി ഞാൻ പ്രഭയുമായി സംസാരിച്ചിരുന്നു. ദുബായിലെ ഷെയർ വാങ്ങുന്നതിൽ പിന്നോട്ട് പോവരുതെന്നാ പ്രഭ പറഞ്ഞിരിക്കുന്നത്. ഞാൻ താഴത്തേക്ക് വരാൻ ലേറ്റ് ആയത് മനുന്റെ കോള് വന്നിട്ടാ. ആഗ്നേയ എന്നൊരു മുംബൈ കമ്പനി നമ്മുടെ ഷെയർ വാങ്ങാൻ താല്പര്യം കാണിച്ചിട്ടുണ്ട്. അതൊരു ബഡാ കമ്പനിയാ. അവരെന്തിനാ നമ്മുടെ ഷെയർ വാങ്ങുന്നത്? അതിന്റെ ചെയർമാൻ പാതി മലയാളിയാണത്രേ.
പെട്ടെന്ന് കാര്യം നടന്നു കിട്ടാനല്ലേ നമ്മൾ നോക്കേണ്ടത്. അവരുമായിട്ടൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ ഞാൻ മനുവിനോട് പറഞ്ഞു. മനു അവരുമായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ മംഗലശ്ശേരി ഗ്രൂപ്പിന്റെ 50th ആനിവേഴ്സറിയെ പറ്റി പറഞ്ഞു. അവിടെ വെച്ച് കാണാന്ന് അവര് പറഞ്ഞിരിക്കുന്നത്. അവരിങ്ങോട്ട് വരാന്നോ? ഐ കാൻ ബിലീവ് ദിസ്. സഞ്ജു, അവരെ നീ ഇവിടേക്ക് ഇൻവൈറ്റ് ചെയ്യ്. ചെയ്യാൻ വല്ലേ പച്ചേ? അവർ വരുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്. ഗ്രോത്തുള്ള ഒരു കമ്പനി 50 വർഷം പൂർത്തിയാക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാര കാര്യമല്ല. ഞാനിത് അവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. പിന്നെ സ്വാതി കൂടി എന്റെ കൂടെ ഓഫീസിലേക്ക് വാ. ആനിവേഴ്സറി കഴിയുന്നവരെ നീയും എന്റെ കൂടെ ഉണ്ടാവണം. ഞാൻ റെഡി. മോനെ, നമ്മുടെ കമ്പനിയിൽ നിന്ന് വിരമിച്ച് പഴയ ആൾക്കാരെ കൂടി ക്ഷണിക്കണേ. അവരെ ആരെയും നമ്മൾ മറന്നുകൂടാ. പിന്നെ എന്തെങ്കിലും നല്ല പാരിതോഷികവും നൽകണം. ഞാനത് മറക്കുവാമേ. അതിന്റെ ചുമതല ഞാൻ റീത്തെ ഏൽപ്പിച്ചിട്ടുണ്ട്. കമ്പനിക്ക് വേണ്ടി പണിയെടുത്ത ഒരാളെ പോലും മാറ്റി നിർത്തില്ല. സച്ചി അവന്റെ ഭാര്യയെ ക്ഷണിക്കണം. വിവാഹം കഴിഞ്ഞിട്ട് നമ്മൾ അവർക്കൊരു വിരുന്ന് പോലും കൊടുത്തില്ല. ശരിയാ. സച്ചി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളൊരു ഡിന്നറിന് രണ്ടുപേരെയും ക്ഷണിച്ചിട്ട് സച്ചി ക്ഷണം നിരസിച്ചു കളഞ്ഞു. ഞാൻ അവനെ ക്ഷണിക്കും. ഒരു ഫ്രണ്ടായിട്ട് മാത്രമല്ല, കമ്പനിയുമായി ബന്ധപ്പെട്ട പല ക്രൂഷ്യൽ സ്റ്റേജിലും എന്റെ കൂടെ നിന്നിട്ടുള്ളവനാ സച്ചി. അവരെ കൂടാതെ അഖിലിനെയും ശ്യാമയെയും ക്ഷണിക്കുന്നുണ്ട്. സച്ചി ഒഴിയാൻ നോക്കിയാ അഖിൽ അവനെ പൊക്കിയെടുത്തോണ്ട് വരുന്നുള്ള കാര്യം ഉറപ്പാ. ശരിക്കും പറഞ്ഞ സച്ചിയുടെ വിവാഹത്തിന് ശേഷമുള്ള ഒത്തുകൂടലായിരിക്കും ഇത്. ചേച്ചി എത്ര നിർബന്ധിച്ചാലും അവരുടെ കൂടെ പോകാൻ പാടില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ബസ് സ്റ്റാൻഡ് അടുത്തുള്ള ആ തുക്കട ലോഡ്ജില്ലേ, അവിടെ മുറിയെടുത്ത് താമസിക്കായിരുന്നു. അമ്മ അടിച്ചിറക്കി വിട്ട സങ്കടത്തിലെ ആഹാരം പോലും കഴിച്ചില്ലെന്നാ ലോഡ്ജിലെ പയ്യൻ പറഞ്ഞത്. വിശാലെ, തെറ്റുപറ്റിപ്പോയടാ. ഈ ഒരു തവണ നീ എന്നോട് ക്ഷമിക്കേ. ഞാനത് ആവർത്തിക്കില്ല, പ്ലീസ്. ക്ഷമിക്കേണ്ടതേ ഞാനല്ലെങ്കിലേ. അങ്കിളിന്റെ ചതി കാരണം മനസ്സ് വേദനിച്ചൊരു പെൺകുട്ടി അകത്തിരിപ്പുണ്ട്. ക്ഷമിക്കേണ്ടതേ പാർവതിയാ. അങ്കിളെ, അവളോടാ മാപ്പ് പറയേണ്ടത്. വിശാലേട്ടൻ പറഞ്ഞതാ ശരി. വിശാലേട്ടനുമായിട്ടുള്ള ബന്ധം ഇല്ലാതാക്കുന്നതേ പാർവതിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത കാര്യം. ആ പാവത്തിനെ പറഞ്ഞു പറ്റിച്ച് ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്യിപ്പിച്ച അങ്കിളെ അവളോട് മാപ്പ് പറയാ തന്നെ വേണം. ഞാൻ പോയി വിളിച്ചോണ്ടുവരാം. മോനെ, പ്രതാപൻ അവളോട് മാപ്പ് പറയാന്ന് പറഞ്ഞ അവളുടെ മുമ്പിൽ പ്രതാപൻ ചെറുതായി പോവില്ലേ? നിന്നോട് ഇവൻ മാപ്പ് പറഞ്ഞില്ലേ, അതുപോരെ? പാർവതിയുടെ മുന്നിൽ പ്രതാപനെ ചെറുതാക്കരുതെന്ന്. എന്ന് വെച്ചാൽ അവളെക്കാളും മുകളിലാണ് പ്രതാപനെന്ന്. ഒരു ഉളുപ്പും ഇല്ലാതെ പച്ച കള്ളം പറയുന്ന പ്രതാപനെ ഞങ്ങൾക്കാർക്ക് ഒരു വിലയില്ല. പാർവതി ഇവനേക്കാളും എത്രയോ മുകളിലാ. പൊറുക്കാൻ പറ്റാത്ത പല തെറ്റുകളും ഇവളോട് ഇവൻ ചെയ്തിട്ടുണ്ട്. അതിന്റെയൊക്കെ കണക്ക് തീർക്കാൻ നിന്നാൽ ഈ കൊല്ലം മുഴുവനും ഇവളുടെ മുന്നിൽ തൊഴുത് നിൽക്കേണ്ടി വരും. അതൊന്നും വേണ്ട. വിശാല് പറഞ്ഞതുപോലെ ഈ തെറ്റിനെങ്കിലും പ്രതാപൻ ഇവളോട് മാപ്പ് പറയണം. ഞങ്ങളുടെയൊക്കെ മുമ്പിൽ വെച്ച്. എന്താ എന്താ ഇവിടെ നടക്കുന്നേ? അച്ചമ്മ പറഞ്ഞത് കേട്ടില്ലേ? അങ്കിള് പാർവതിയോട് മാപ്പ് പറയാൻ പോവാ. എന്നോട് മാപ്പ് പറയാനോ? എന്തിനാ? ഇൻഷുറൻസിന്റെ പേപ്പറാണെന്ന് പറഞ്ഞ്
അങ്കിൾ നിന്നെ കൊണ്ട് ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്തില്ലേ? അതിനുള്ള ശിക്ഷ കൈയോടെ കൊടുത്തില്ലെങ്കിൽ അതുപോലുള്ള തെറ്റുകൾ അങ്കിൾ വീണ്ടും ചെയ്യും. അങ്കിളെ, പാർവതിയോട് മാപ്പ് പറ. എടാ വിശാലേ, എടാ ഞാൻ കൂടുതൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല അങ്കിൾ. ആ തുക്കട ലോഡ്ജിലേക്ക് മടങ്ങി പോവാൻ അങ്കിളിന് മടിയില്ലെങ്കിൽ മാപ്പ് പറയണമെന്നില്ല. പ്രതാപ, എന്നോട് ഞാൻ തെറ്റ് ചെയ്തു പോയി. മാപ്പാക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. രണ്ടുപേരും കൂടെ ഒരുപാട് നേരം സംസാരിച്ചല്ലോ. ഞാനവിടെ കണ്ടോണ്ട് നിപ്പുണ്ടായിരുന്നു. പരസ്പരം ഹൃദയം കൈമാറുകയായിരുന്നോ? അവിടെ നിക്കടി, ഞാൻ ചോദിക്കട്ടെ. വിശാലിനെ കാണുമ്പോഴൊക്കെ നിന്റെ കണ്ണില് 100 വോട്ടിന്റെ ബൾബ് കത്തുന്നുണ്ടല്ലോ പ്രണയം കൊണ്ട്. വിട്, എനിക്ക് പോണം. അങ്ങനെ അങ്ങ് പോയാലോ? ഞാൻ ചോദിക്കുന്നതിനൊക്കെ മറുപടി പറഞ്ഞിട്ട് പോയാ മതി നീ. എന്താ നിങ്ങൾ തമ്മിൽ സംസാരിച്ചത്? എന്നെ ഇവിടുന്ന് പുറത്താക്കാനുള്ള വല്ല കാര്യമാണോ? ചോദിച്ചത് കേട്ടില്ലേടി? അദ്ദേഹവും ഞാനും ഭാര്യ ഭർത്താക്കന്മാരാ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പലതും സംസാരിക്കും, പ്രേമിക്കും, ഹൃദയങ്ങൾ തമ്മിൽ കൈമാറും, ചിലപ്പോ കെട്ടിപ്പിടിച്ചൊന്നും വരും. അതിന് നിനക്കെന്താ? നിനക്ക് കുറെ പഠിപ്പുണ്ടെന്നല്ലേ പറഞ്ഞത്? പഠിപ്പുണ്ടായിട്ട് എന്താ കാര്യം? മരുന്നിന് പോലും മര്യാദയും വകതിരിവും ഇല്ലല്ലോ. വിടടി. ഇത്തിരി മര്യാദ ഉണ്ടായിരുന്നെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംസാരിക്കുന്നിടത്ത് ഒളിഞ്ഞു നോക്കുമായിരുന്നോ? എന്തേ, ഒന്നും പറയാനില്ലേ? നീ ജയിച്ചു എന്ന് വിചാരിക്കണ്ടടി, നിനക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. പ്രാർത്ഥിച്ചു കൊളുത്തിയ വിളക്കാത്. ഇതിൽ നിന്ന് സിഗരറ്റ് കത്തിക്കാൻ പാടില്ല. ചത്തുപോയവർക്ക് എന്തിനാടി ഈ വിളക്ക്? ഇതുകൊണ്ടേ ജീവിച്ചിരിക്കുന്നവർക്കെങ്കിലും കുറച്ച് പ്രയോജനം ഉണ്ടാവട്ടെ. പറഞ്ഞ മനസ്സിലാവില്ലേ നിനക്ക്? നീ എന്നെ അടിച്ചു അല്ലേ? ഞാൻ തിരിച്ചടിക്കുന്നില്ല. ഇതിനുള്ള കൂലിയെ നിനക്ക് ആന്റി തന്നോളൂ. നീ അനുഭവിക്കാൻ പോവുന്നേ ഉള്ളൂടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.
നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ വീട് തനിക്കറിയാവോ? അണക്കര കൊട്ടാരം ആർക്കാണ് സാർ അറിയാത്തത്? ഓക്കെ. പക്ഷേ താൻ എന്റെ വീട്ടിലേക്ക് വരണ്ട. എന്റെ വീടിനടുത്ത് പുന്നക്കുഴി എന്നൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടെ വന്നാ മതി. എപ്പോഴാ സാർ? ജഗന്നാഥൻ ഒരു കാര്യം വിചാരിച്ചാൽ അതിന് കാലതാമസം ഉണ്ടാവില്ല. ഇന്ന് രാത്രി തന്നെ. ശരി സാർ. എടോ, ഒരു കാര്യം ചോദിക്കാൻ ഞാൻ വിട്ടുപോയി. തന്റെ പേരെന്താ? നാരായണൻ. എന്നാ നാരായണൻ വേഗം പുറപ്പെട്ടോ. ശരി സാർ. എന്താ വസുവേട്ട? ആ ദുഷ്ടൻ ജഗന്നാഥനാ. എന്തോ ചതിയുണ്ട്. ഞാൻ ആരാണെന്നറിയാതെ എന്നെ വിളിച്ചിരിക്കുന്നേ. പോണം, പോയേ പറ്റൂ. വാസുവേട്ടനെ കണ്ട അയാൾ തിരിച്ചറിയില്ലേ വാസുവേട്ട? ആ സെക്യൂരിറ്റി വേഷത്തിൽ തന്നെ പോവാം. മാസ്കും വെക്കാം. അപ്പൊ എന്തായാലും തിരിച്ചറിയത്തില്ലല്ലോ. അയാൾ മഹാചതിയനാ വാസുവേട്ട. അവനൊരുക്കുന്ന ചതിയിൽ നിന്നും നമ്മുടെ മക്കളെ രക്ഷിക്കണം. അതിനെനിക്ക് പോയേ പറ്റൂ. അങ്ങനെ എല്ലാം കൊണ്ടും സന്തോഷകരമായ ഒരു ദിവസമായിരുന്നില്ലേ ഇന്ന്? അതെ, നല്ലൊരു ദിവസം അങ്ങനെ കടന്നുപോയി. എന്നും ഓർക്കാനുള്ള കുറച്ച് നിമിഷങ്ങൾ. ഇതെന്താ, ഇനിയും താഴെ കിടക്കാനുള്ള പ്ലാനാ? എടോ, ഞാൻ തന്റെ ഭർത്താവാ. അക്കാര്യം മറന്നളയാണോ? ഇതെന്താടോ ഇത്? നാണമാണോ? ആണോ? എന്നാ ഇപ്പൊ മാറ്റിത്തരാം. എന്താടോ, തന്റെ ഭക്തി അല്പം കൂടിപ്പോയതുകൊണ്ടാണോ? അല്ല സർ, അത് സാറിനോട് എനിക്ക് റെസ്പെക്റ്റാ. ഭർത്താവിനോട് റെസ്പെക്റ്റ് അല്ല വേണ്ടത്, സ്നേഹമാണ് വേണ്ടത്. നിന്നെ ഞാൻ അക്കിയുടെ മുറിയിൽ കിടത്താം. അതവന്റെ ഭാര്യയാവാനല്ല. ആ മോഹവും വേണ്ട. നീ അവന്റെ കാവൽക്കാരിയാവാമെങ്കിൽ എന്താ, സമ്മതമാണോ? സമ്മതമാണ്. നീ എനിക്ക് സത്യം ചെയ്തു തരണം. നീ നിന്റെ കൃഷ്ണന്റെ പേര് ചൊല്ലി നിങ്ങൾ ഒരു തെറ്റും ചെയ്യില്ലെന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഹായ് വിവേക്. ഹായ് മമ്മി. ഹായ് മോനെ. ഇത് എവിടെയായിരുന്നു മോനെ? ഞങ്ങൾ എത്ര പ്രാവശ്യം വിളിച്ചെന്നറിയാമോ? എന്റെ മമ്മി, ഒന്നും പറയണ്ട. ഓർക്കാപ്പുറത്തൊരു യൂറോപ്യൻ യാത്ര. തിരിച്ചു വരാൻ ഇത്രയും ദിവസം എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. ഒന്ന് വിളിക്കായിരുന്നില്ലേ മോനെ? ഞങ്ങൾ ഇവിടെ എന്തുമാത്രം വിഷമിച്ചു എന്നറിയാമോ? വിളിക്കാൻ പറ്റിയില്ല മമ്മി, അത്രയ്ക്കും തിരക്കായിരുന്നു. പല പ്രാവശ്യം വിളിച്ചിട്ടും കിട്ടാതെ വന്നപ്പോ ഞങ്ങൾ കരുതി ഞങ്ങളെയൊക്കെ അങ്ങ് മറന്നു എന്ന്. ചങ്കി കുത്തുന്ന വർത്തമാനം പറയല്ലേ മമ്മി. ഞാനൊരു വമ്പൻ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് യൂറോപ്പ് വരെ ഒന്ന് പോയതാ. കോടികളുടെ ബഡ്ജറ്റിൽ ഒരു സിനിമ.
ഡയറക്ടറും പ്രൊഡ്യൂസറും എല്ലാം അവിടെ ഉള്ളവർ തന്നെയാ. 6-7 പാട്ടുകളുണ്ട് ഇതില്. പാട്ടുകളെല്ലാം ഞാനും വിസ്മയം കൂടിയാ പാടുന്നത്. വിസ്മയ എവിടെ മമ്മി? വിവേകിനെ കാണാതെ ഉരുകി കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അവളവിടെ കിടന്ന് ഉറങ്ങുക. ഒന്ന് ഫോൺ കൊടുക്കോ? മോളെ, ദേ വിവേകം വിളിക്കുന്നു, ഒന്നിങ്ങോട്ട് എഴുന്നേറ്റ് വന്നേ. ദേ വരുന്നുണ്ട്, കൊടുക്കാം. അയ്യേ, കരയല്ലേ മോളെ. ദേ സംസാരിക്ക. എന്തായാലും നിന്റെ ആഗ്രഹം പോലെ വിവേക് വിളിച്ചല്ലോ, പിന്നെന്താ. എന്നാലും നല്ല ആളാ. ശരിക്കും ഇങ്ങനെയൊക്കെ മനുഷ്യനെ മറക്കാൻ പറ്റുമോ? അയ്യോ, ഞാൻ അങ്ങനെ മറന്നതൊന്നും അല്ല വിസ്മയ. ഞാൻ വിസ്മയെ മറക്കേയില്ല. നമ്മളൊരു വമ്പൻ പ്രോജക്റ്റ് ഏറ്റെടുത്തിരിക്കുകയാണ്. 1000 കോടിയുടെ ബഡ്ജറ്റ് വരുന്നൊരു സിനിമ. എല്ലാ പാട്ടുകളും നമ്മൾ രണ്ടുപേരും കൂടിയാ പാടുന്നേ. എല്ലാ വിവരങ്ങളും ഞാൻ നേരിട്ട് കാണുമ്പോ പറയാം. തൽക്കാലം വിസ്മയ ഫോൺ വെച്ചോ. ഓക്കെ, എന്നാ ശരി. അയ്യോ മമ്മി, നടന്ന കാര്യങ്ങളൊന്നും വിവേക് അറിഞ്ഞിട്ടില്ല. നന്നായി. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലാൽ അവനെ വഞ്ചിക്കരുത്. പക്ഷേ ഒരു കാര്യത്തില് വഞ്ചിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ മമ്മി. അതേത് കാര്യം? ഞാൻ പാട്ടുകാരിയാണെന്നല്ലേ വിവേക് വിശ്വസിച്ചിരിക്കുന്നെ. ഹോ, അക്കാര്യം. നിനക്ക് വേണ്ടി ശ്യാമ ആയുഷ്കാലം പാടും. അതാ അവളുമായിട്ടുള്ള എഗ്രിമെന്റ്. പിന്നെ വഞ്ചന. ചതിക്കാനും വഞ്ചിക്കാനും അറിയില്ലെങ്കിൽ ഈ ലോകത്ത് ഒന്നും നേടാനൊക്കില്ല. കേട്ടല്ലോ? അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊന്നും ഒരു മനസാക്ഷിക്കുത്തും വേണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ അമ്മ ഇവിടെ അടുക്കള ജോലിക്ക് വന്നതൊന്നുമല്ല. ഹലോ, അമ്മ അന്ന് 100 വട്ടം പറഞ്ഞതാ ഇങ്ങോട്ട് വരുന്നില്ല, നമ്മൾ മാത്രമായിട്ട് വന്നാ മതിയെന്ന്. അപ്പൊ തനിക്കായിരുന്നല്ലോ നിർബന്ധം. ഇത് തന്റെ വീടാണ്, അമ്മയും കൂടി ഈ വീട്ടിൽ വരണമെന്നുള്ളത് തന്റെ ആഗ്രഹമാണ്, അത് തനിക്ക് സാധിച്ചു തരണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? അമ്മയും സാഗറിനെയൊക്കെ കണ്ടപ്പോ തന്നെ തന്റെ മമ്മിയുടെ മുഖം മാറിയല്ലോ. അവര് കൂടെ വന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് യാമിനി ആന്റി വ്യക്തമായി പ്രകടമാക്കിയല്ലോ. എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുവാ. ബാലു, എന്നോട് ക്ഷമിക്കണം. തന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എന്റെ മനസ്സാകെ പൊട്ടിപ്പോകുന്നത് പോലെ തോന്നി. പ്രതികരിക്കണമെന്നുണ്ട്, പക്ഷേ സാഹചര്യം അതിനെ അനുവദിക്കുന്നില്ല. ബാലുവിന്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവും. അച്ഛമ്മ അടുക്കളയിലെ പാചകത്തിന്റെ കാര്യം പറഞ്ഞപ്പോ അമ്മ അതങ്ങ് ഏറ്റെടുക്കായിരുന്നു. തങ്കത്തിന് അസുഖാണെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ചെയ്തോളാന്ന് അമ്മ സന്തോഷത്തോടെ പറഞ്ഞ് ഏറ്റെടുത്തതാ. അമ്മ പാചകം ചെയ്ത അമ്മയുടെ പാചകത്തിന്റെ പ്രത്യേകത ഇവിടെ എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ എന്ന് ഞാനും കരുതി. ബാലു കണ്ടില്ലേ, അടുക്കള ജോലി ഞാൻ ചെയ്യാന്ന് ഞാൻ നിർബന്ധിച്ചതല്ലേ. പക്ഷെ അമ്മ എന്നെ തടഞ്ഞു. അമ്മ തന്നെ ചെയ്തോളാന്നും പറഞ്ഞു. അമ്മ അത് പറഞ്ഞത് അമ്മയുടെ ഒരു തിരിച്ചറിവും വിവേകവും കൊണ്ടാ. ഇവിടെ പലർക്കും അമ്മയും സാഗറും മീനാക്ഷിയും വന്നതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് അമ്മയ്ക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. പക്ഷേ ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ അങ്ങ് അമ്മ അഭിനയിച്ചതാപ്പൂ. മീനാക്ഷിക്കും സാഗറിനും ഒക്കെ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട്. ഞാനും കൂടി ചെന്ന് അമ്മയെ സഹായിക്കാം. താൻ നിക്ക്. താൻ കൂടി ചെന്ന് ജോലി ചെയ്യാൻ വേണ്ടിട്ടല്ല ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ബാലു, ഞാൻ അടുക്കളയിലേക്ക് പോവാന്ന് പറഞ്ഞത് ദേഷ്യത്തോടെ അല്ല. ബാലു പറയുന്നത് കൃത്യമായ കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാ. ബാലു വിട്ടെ, ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ. ഇല്ല, വിടില്ല. ഞാനൊന്ന്
പോട്ടെ ബാലു, ഞാൻ ചെന്ന് സഹായിക്കാം. നിക്കാനല്ലേ ഞാൻ തന്നോട് പറഞ്ഞത്. എടോ, സത്യത്തിൽ ഇന്ന് ഇവിടെ യാമിനി ആന്റിയും അങ്കിളും അച്ഛമ്മയും അമ്മയും ഞാനും താനും മീനാക്ഷിയും സാഗറും ഒക്കെ കുട്ടിക്കളിയും ചിരിയുമായിട്ടിരിക്കേണ്ട ദിവസമാ ഇന്ന്. വീടൊക്കെ ചുറ്റി നടന്ന് കണ്ട് നേരം പോക്കൊക്കെ ആയിട്ട് കഴിയേണ്ട ദിവസമാ. പക്ഷേ ഇവിടെ 2 ശത്രു വീട്ടുകാർ ഒത്തുകൂടിയൊരു ഫീലാ. അതൊക്കെ കൊണ്ട് ഞാനങ്ങ് പറഞ്ഞു പോയതാ. പോട്ടെ. താൻ പറഞ്ഞതുപോലെ അമ്മ എന്തായാലും അടുക്കളയിൽ കയറി. അമ്മയുടെ കൈപുണ്യം ഇവിടെ എല്ലാവരും ഒന്ന് അറിയട്ടെ. അപ്പു, ബാലു, എങ്ങനെയുണ്ട് കുടുംബജീവിതമൊക്കെ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആണോന്നോ? വെരി വെരി ഹാപ്പി. ബാലു, നമുക്ക് പപ്പയ്ക്കൊരു പ്രത്യേക ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണം. നമ്മളെ ഒന്നിപ്പിക്കാൻ ദേ ഈ മഹേഷ് മേനോനാണ് മുമ്പിൽ നിന്നത്. ഇങ്ങനൊരു മോനെ തന്നതിന് ഞാനാ നിനക്ക് ഗിഫ്റ്റ് തരുന്നത്. ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിക്കോട്ടെ, ഭാര്യയും ഭർത്താവും ഒറ്റക്കെട്ടായി നിന്നാൽ അതിനെയൊക്കെ മറികടക്കാൻ പറ്റും. പിന്നെ എനിക്കറിയാം പല കാര്യങ്ങളിലും ബാലുവിനൊരു വിഷമം ഉണ്ടാവുന്നുണ്ട്. അതൊന്നും സാരമില്ല അങ്കിളെ. വിഷമിക്കണ്ട, പ്രശ്നങ്ങളെല്ലാം ഒഴിയും. ഞാനും യാമിനിയും ഒരു മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആയിക്കോട്ടെ, സന്തോഷമൊക്കെ താനേ വരും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പോയി കിടക്കാമേ, അകത്തുണ്ടാവും. പങ്കിയേ മജീദ് കൈ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുമ്പോ അങ്ങനെ നമ്മൾ ടെൻഷൻ അടിക്കണ്ട. ഇപ്പോ സത്യം പറയാലോ മജീദ് കാലത്ത് എനിക്ക് ആദ്യം ഈ രാഷ്ട്രീയ പ്രവർത്തനമൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് നമ്മുടെ പാർട്ടിയിൽ ചേരുകയും പൊതുപ്രവർത്തനങ്ങളിലൊക്കെ അങ്ങനെ പങ്കെടുത്തു വരികയും ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഒന്ന് താഴേക്ക് വന്നേ. എന്തേ? ഇവിടെ ഷാഹിബ് ഇതുവരെ വന്നിട്ടില്ല. ഫോണാണ് സ്വിച്ച് ഓഫ്. അതിപ്പോ ആ കുട്ടിക്ക് ഇന്ന് കൂടുതൽ പിരുവന്തിയിലുണ്ടാവും, അതുകൊണ്ടായിരിക്കും. ഇത്രയും വൈകാറില്ല. അത് പങ്കിയമ്മാവൻ അറിയുന്നല്ലേ. തല സുലുത്തെ സീതേച്ചൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുക. നമുക്ക് പോയി അന്വേഷിക്കുക. ഞങ്ങൾ വരി. പങ്കി ഒന്ന് ഇറങ്ങി വാടാ. വരണോ എന്താ എന്തൊരു ബഹള ഇവിടെ? ഈ അപ്പച്ചി കിടന്ന് ബഹളം വെക്കണം പങ്കിമാവാ. പിടിക്കാങ്ങളെ എന്താ അപ്പച്ചി ഇത്? എടാ, നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ അവളുടെ മേലൊരു കണ്ണു വേണോന്ന്. അപ്പൊ നീ എന്നാ പറഞ്ഞത്? ഇപ്പൊ എങ്ങനെ ഉണ്ട്? ഒന്ന് മിണ്ടാതിരിക്കണ്ട അപ്പച്ചി. ഓരോ കാര്യങ്ങള് വെറുതെ കിടന്ന് ബഹളം ഉണ്ടാക്കുകയാണ് എല്ലാവരും കൂടി. പങ്കി അവളെ എവിടെ പോയതായിരിക്കോടാ? അവൾ എവിടെയും പോയിട്ടില്ല. മജീദിക്ക് നിങ്ങൾ എന്താ ഇങ്ങനെ കുന്തം മെലിങ്ങ പോലെ നിൽക്കുന്നേ? ഒന്ന് പോയി അന്വേഷിച്ചേ. എന്റെ സുലു, നീ ഒന്ന് സമാധാനിക്ക്. അവളുടെ ജോലിക്കാരിയായിട്ട് പോയതല്ലേ, അവള് വരും. അതെ. എവിടെ കേബിൾ പൊട്ടി കിടക്കുന്നത്? എവിടെ പൊട്ടെ? എന്റെ റെയിലോടെയും കേബിൾ ഒന്നും പൊട്ടിയിട്ടില്ല. അയ്യോ പങ്കി, നീ ഒന്ന് പോയി അന്വേഷിക്കടാ. അതിനെന്നല്ലേ ഇങ്ങോട്ട് ഇറങ്ങിയത്. ആ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചേക്കണം. പിന്നെ പറ്റുമെങ്കിൽ ആ പഞ്ചായത്ത് കുളത്തിലും തപ്പണം കേട്ടോ. എന്തിന്? ആമ്പല് പറിക്കാൻ. എടാ പെണ്ണിനെ വിളിച്ചോട് വേടാ. അപ്പച്ചൊന്നും മിണ്ടാണ്ടിരിക്കട്ടോ. അമ്മ പോയി നോക്ക്. നീ നിർദ്ദേശം നൽകിയിട്ട് ഇവിടെ നിൽക്കണോ? എല്ലാവരും വാ. ഞാൻ വരണോ? പിന്നെ വരണ്ടേ? എന്നാ ഞാൻ അവരോടൊന്ന് പറഞ്ഞിട്ട് വരാം. ആരോട്? നന്ദിനും രമണിനോ? ചെക്കാ വരുന്നു. കൂടെ ഒരുത്തനുണ്ടല്ലോ. ഒന്ന് മിണ്ടായിരിക്കുന്ന നാത്തൂനെ. അതാ മനോഹരനാ. മനോഹരനാണോ വിരൂപനാണോ ഇവിടെ അടുത്ത് വന്നാലേ അറിയാൻ പറ്റുള്ളൂ. അയ്യോ, ആ പെണ്ണുങ്ങോട്ട് വരട്ടെ. വരട്ടെ. അയ്യോ, മനോഹരേട്ട പണി പാളിയെന്നാ തോന്നേ. ഇത്രേ ഉള്ളു സംഗതി. വേറെ കിടന്നു ഒച്ച മേളം വെച്ചിട്ട്. ഇനിയിപ്പോ എന്തെന്നാ ശരി പറയാൻ പറ്റുമോ? എംപോസിഷൻ കിട്ടിയതുകൊണ്ട് ലേറ്റ് ആയതാന്ന്. എല്ലാരും പുറത്തുണ്ട്. അതെ, ജോലി കഴിഞ്ഞപ്പോ ലേറ്റ് ആയെന്ന് പറയാം. നടക്കും. ഇതെന്താ എല്ലാരും കൂടെ ഇവിടെ നിക്കുന്നേ? ഇത്രയും വൈകുന്നുണ്ടായിരുന്നെങ്കിൽ നിനക്കൊന്ന് വിളിച്ചു പറയായിരുന്നില്ലേ ഷാഹിന? അതമ്മ ഫോണില് ചാർജ് തീർന്നു പോയി. അത്താ ഇത്ര നീ എവിടെ പോയി കിടക്കുവായിരുന്നേ? ഉമ്മ, ഞാൻ
കേബിളിന്റെ ഒരു കംപ്ലൈന്റ് നോക്കാൻ പോയതാ. എവിടെ? എന്താ എല്ലാരും ഇങ്ങനെ ചോദ്യം ചെയ്യുന്നേ? അതോ കുറച്ച് ദിവസമായി നിനക്കൊരു കള്ളത്തരമുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. കള്ളത്തരോ? എന്ത് കള്ളത്തരം? അത് നീ പറഞ്ഞാലല്ലേ ഞങ്ങൾക്ക് അറിയാൻ പറ്റൂ. അപ്പച്ചി അവളിപ്പോ ഇങ്ങോട്ട് വന്നല്ലോ, നീ മതി ചോദ്യം ചെയ്തത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.